നീ ഇപ്പൊ ഗബ്രിയോട് പറയുവാണ്, അല്ലെങ്കിൽ സോറി നീ ഇപ്പൊ എന്നോട് പറയുവാണ് എനിക്ക് ഗബ്രിയോട് പ്രണയമാണ്, ഈ ടോപ്പിക്ക് പിന്നെ ചർച്ച ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. ഇത് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിൽ ഇപ്പോൾ നടക്കുന്ന സംഭവമാണ്. നമ്മുടെ സിജോയും ഗബ്രിയും ജാസ്മിനും കൂടെ റൂമിലിരുന്ന് സംസാരിക്കുക. സിജോ ഗബ്രിയോടും ജാസ്മിനോടും ഒരു ക്ലാരിറ്റി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം പ്രണയമാണോ എന്ന്. അത് പ്രണയമാണെങ്കിൽ എന്തുകൊണ്ട് പറയാൻ മടിക്കണമെന്ന് സിജോ ജാസ്മിനോട് ചോദിച്ചു. ഗബ്രി തൊട്ടടുത്തിരിപ്പുണ്ടെങ്കിൽ തന്നെയും സിജോയും ജാസ്മിനും തമ്മിലാണ് സംഭാഷണം. സിജോ വീണ്ടും ജാസ്മിനോട് പറയുകയാണ്. ജാസ്മിൻ മുമ്പ് ഒരു കാലത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു പ്രണയത്തിലെത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന്. പക്ഷേ നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ? പ്രണയമാണെങ്കിൽ അത് പറ, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്ട്രോങ് റിലേഷൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നെങ്കിലും പറയാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ ജാസ്മിൻ ഉരുണ്ട് കളിച്ച് മറുപടി പറയുന്ന കാഴ്ചയാണ് ലൈവിൽ കാണുന്നത്. ജാസ്മിൻ ഇപ്പോൾ സിജോയുടെ മുമ്പിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇതൊരു പ്രണയമാണെന്നൊട്ട് പറയാനും പറ്റുന്നില്ല, അതല്ല ഇതൊരു വെറും സൗഹൃദമാണ് എന്നും കൂടെ തെളിയിക്കാനും കൂടെ ജാസ്മിന് കഴിയുന്നില്ല. പക്ഷേ ഇവിടെ ജാസ്മിൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ക്യാമറകളുണ്ട്, എപ്പോഴും ക്യാമറ കണ്ണുകൾ ഞങ്ങളെ നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. അതായത് ഞാൻ എന്തെങ്കിലും ഗബ്രിയോട് തുറന്നു പറഞ്ഞാൽ അത് ക്യാമറയിലൂടെ കാണും, അത് പ്രേക്ഷകർ കാണും. ആ ഒരു സീൻ പലപ്പോഴും നമ്മൾ ലൈവിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് കുറച്ച് ഡീപ്പായി വരുമ്പോൾ പെട്ടെന്ന് ക്യാമറയിലേക്ക് ശ്രദ്ധിച്ച് കുറേ നേരം ഇരിക്കുന്ന കാഴ്ച. ഇവിടെ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയാവേ. സത്യത്തിൽ ഈ സീസണിൽ ജാസ്മിൻ ഗബ്രി കോംബോ വലിയ ഹിറ്റാവേണ്ടതായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് പുറത്തുനിന്നുള്ള ചില സംഭവങ്ങൾ, ജാസ്മിന് മറ്റ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് പ്രേക്ഷകർ ഇത് നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിയത്. ജാസ്മിന് മനസ്സിൽ ശരിക്കും അങ്ങനെ ഒരു ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ജാസ്മിന് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. അതായത് സീസൺ 5 അഖിൽ മാരാറും നമ്മുടെ ശോഭയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ വളരെ ഹിറ്റായിട്ടുള്ളതാണ്. ഈ ഒരു സംഭവം നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രേക്ഷകർ ഈ ഒരു കോംബോയെ അൺഫെയർ ആയിട്ട് കാണുന്നത്. ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി വേണമെന്നും അത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവെന്നും എന്നുള്ള ചോദ്യം മുമ്പ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവരോട് ചോദിച്ചിട്ടുണ്ട്. സിജോയുടെ ഈ ഒരു സംഭാഷണം ചോദ്യം കണ്ടിട്ട് ഇത് സിജോയുടെ ഒരു മൈൻഡ് ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിജോ ആദ്യം തന്നെ ജാസ്മിനെയും ഗബ്രിയെയും ടാർഗറ്റ് ചെയ്തായിരുന്നല്ലോ കളിച്ചിരുന്നത്. അങ്ങനെ ഇവരുടെ ഈ റിലേഷനിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് ഗെയിമാണ് ഇനിയും സിജോ ഒരുപക്ഷെ ഫോളോ ചെയ്യാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ജാസ്മിന് ഒരു ഭയങ്കരമായ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഗബ്രിയോടുണ്ട്. എന്നാൽ അതെന്താണെന്ന് തുറന്നു പറയാൻ ക്യാമറ ഉള്ളതുകൊണ്ട് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. 100 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകർക്കും ഇതൊരു ക്ലാരിറ്റി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരു നെഗറ്റീവ് ലവ് കോംബോ ഹിറ്റാകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.